നമ്മുടെ വേദിയിൽ ഒരു അതിഥി ഉണ്ടല്ലേ? അതായത് ഒരു മത്സരം കഴിഞ്ഞിറങ്ങി വന്ന അതിഥി അനൗഷ്ക ദാസ് ഭരതനാട്യം ഹയർ സ്കൂൾ വിഭാഗത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരിച്ചിറങ്ങി വന്നതാണ്. ഒരു പ്രത്യേക വയനാടിൽ നിന്ന് വന്നതാണ്. വയനാടിൽ നിന്ന് വന്നവർക്കൊക്കെയും അതിജീവനത്തിന്റെ കഥ പറയാനുണ്ടാകും. പക്ഷെ അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് അനൗഷ്കയുടെ ആ പ്രകടനം നമുക്ക് കാണാം. ഓക്കെ, റെഡിയല്ലേ? എണ്ണിയൊരിവളെ നീ ഇന്നും ചോദിപ്പതേനോ ഉയരണ ഉണയെ എണ്ണിയൊരിവളെ നീ ഇന്നും ചോദിപ്പതേനോ ഉയരണ ഉണയെ എണ്ണിയൊരിവളെ നീ ഇന്നും ചോദിപ്പതേനോ ഉയരണ ഉണയെ എണ്ണിയൊരിവളെ നീ ഇന്നും ചോദിപ്പതേനോ പാനി മാ പാമഗരി സഗരി മാ പനി ഗരിനി പനി നെഞ്ചം കിള്ളും നാരണനലം തര വരും ദിനം നീ என்று ഉയരണ ഉണയെ എണ്ണിയൊരിവളെ നീ ഇന്നും ചോദിപ്പതേനോ സപനി മാഗരി സഗരി മാ പനി നി പസാനി പമാഗരി നി പനി സഗരി മഗരി മാ പനി പ സാനി ഗരി പമഗ മഗരി സനി നി പമഗരി സനി പനി കനലായമൈ സുഖാതലെ കാണാമൽ മറിനായോ നീ എൻ കടലനെ കരുണை കടലന സെക്കൻഡറി വിഭാഗത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ അനുഷ്ക ദാസിന്റെ പ്രകടന മികവാണ് നമ്മൾ നേരിട്ട് കണ്ടത്. അനുഷ്കയോട് ഒരു ചോദ്യം ചോദിക്കാതെ പറ്റില്ല. ഇനി ഏതൊക്കെ ഇനങ്ങളിൽ മത്സരിക്കുന്നു? ഇനി ഞാൻ കുച്ചിപ്പിടിയും ഫോക്കും. ഈ ഫോക്കിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊന്ന് പറയാവോ? അത് ഞാൻ സർപ്രൈസ് ഇപ്പോഴേ പറഞ്ഞാൽ അത് പൊളിഞ്ഞില്ല. അങ്ങനെയല്ല, അവതരിപ്പിക്കുന്നതിന്റെ മികവാണല്ലോ. സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് എന്താണോ അതിനാണ് ഗ്രേഡ് പരിഗണിക്കുന്നത്. പക്ഷേ അത് തുറന്നു പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അതൊരു അതിജീവനത്തിന്റെ കഥയാണ്. അത് ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം വയനാട്ടിലെ പ്രളയം ആണ് എൻ്റെ ഇപ്രാവശ്യത്തെ ഫോക്കിന്റെ സബ്ജക്റ്റ്. എന്തുകൊണ്ട് പ്രളയം തന്നെ തിരഞ്ഞെടുത്തു? പ്രളയം ഞാൻ വയനാടിനെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരു കുട്ടിയാണ്. അപ്പം എന്താണ് അവിടെ നടന്നതെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ? ശരി, ഇത്തവണ ഏറ്റവും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അതിജീവനത്തിന്റെ കഥ തന്നെയാണ് പൂർണ്ണമായും ഈ ഒരു കലോത്സവം പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പോലും ആ വാക്ക് വന്നു എന്നുള്ളതാണ്. കാരണം ഇത് വയനാടിന് സമർപ്പിക്കപ്പെടുന്ന ഒരു കലോത്സവമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് ഉദ്ഘാടന വേദിയിൽ തന്നെ അവരുടെ ജീവിതം അവർക്ക് പറയാനുള്ള അവസരം ഒരുക്കുന്നു എന്നത് വലിയ കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായും വയനാടിന് ഒന്നാകെ സമർപ്പിക്കുന്ന ഒരു കലോത്സവമായി ഇത് മാറുന്നു. അതുകൊണ്ട് തന്നെ മോളെ എല്ലാവിധ അഭിനന്ദനങ്ങൾ, ഭാവുകങ്ങൾ. ഇനിയും ഒരുപാട് വേദികളിൽ വന്ന് ചിലങ്കയണിഞ്ഞ് മികവ് കാട്ടാൻ അവസരം കിട്ടട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.